ബ്ലസ് ചേട്ടനാണല്ലോ. ബ്ലസ് ചേട്ടൻ എന്നാൽ പിന്നെ നമുക്ക് ഒറിജിനൽ സാൻഡ് സ്റ്റോമിൽ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ക്യാമറ ടീമൊക്കെ പറഞ്ഞ് സാറേ നടക്കത്തില്ല, ക്യാമറ പുറത്തിറക്കാൻ പറ്റില്ല, കുഴപ്പമാണ്, സ്വാഭാവികം. ഈ സാൻഡ് സ്റ്റോം നമ്മൾ ഈ വെളിയിൽ നിന്ന് കാണുന്ന പോലെ അല്ല അതിനകത്ത് നിൽക്കുമ്പോൾ. ഭയങ്കര വേദന എടുക്കും. ഇറ്റ് റിയലി ഹേർട്സ്. എല്ലാവരും ടെൻഷൻ അടിക്കുന്നത് എന്നെ കുറിച്ചാണ്. അപ്പൊ ഞാനും എന്ന് പറഞ്ഞിരുന്ന വലിയ കുഴപ്പമാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ സിനിമ കണ്ടിട്ട് അയ്യോ ഇതില് മറ്റേ എന്താണ് മാസിൽ അങ്ങനൊന്നും ആരും പറയാനൊന്നും പോകുന്നില്ല. സീൻ എടുത്തിട്ട് ഒരു 10-12 ദിവസമൊക്കെ കഴിഞ്ഞിട്ടും നമ്മൾ എപ്പോഴെങ്കിലും ചുമച്ചാൽ മണ്ണ് അതിനകത്ത് വരും. ഇവിടെ ഉണ്ടായിരുന്ന നെറേറ്റീവ് എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടുന്ന് മെസ്സേജ് കിട്ടാറുണ്ട്, ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. അല്ല അങ്ങനെ ഒരു സിറ്റുവേഷനേ ആയിരുന്നില്ല അവിടെ. ആ സീൻസ് ഒക്കെ ചെയ്യുമ്പോഴും അതുപോലെ ബ്ലസ്സിയേട്ടൻ പെർസീവ് ചെയ്ത വിധമാണെങ്കിലും ഒരു ഭയങ്കര ഡിവൈൻ കണക്ഷനുള്ള ഒരു ഡിവൈൻ ലവ് ഷെയർ ചെയ്യുന്ന ഒരു കപ്പിളാണ് ഇവർ. അദ്ദേഹം അനുഭവിച്ചതിൻ്റെ അല്ലെങ്കിൽ ജീവിച്ചതിൻ്റെ ഒന്നും ഒരു അംശം പോലും ഈ സിനിമയിൽ ഉൾപ്പെടുത്താനൊന്നും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ആത്മഹത്യ ചെയ്താലോ എന്ന ചിന്തകൾ ഉണ്ട്, അതിന് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, തിരിച്ചറിവുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നജീബിക്കയോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിച്ചാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു ശക്തി അദ്ദേഹത്തെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ഭ്രമയുഗം, ഈ സിനിമകളുടെയൊക്കെ അണിയറ പ്രവർത്തകരോട് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഞങ്ങളാണ്. പൃഥ്വിരാജും അമല പോളും ആണ് മീഡിയ വണ്ണൊപ്പമുള്ളത്. സ്വാഗതം. താങ്ക് യു. ഇപ്പം നജീബിനെ മുൻപ് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞു കേട്ടിരുന്നു, ഷൂട്ടിംഗ് എല്ലാം തീർത്തതിന് ശേഷമാണ് ആദ്യമായിട്ട് നജീബിനെ കാണുന്നതെന്ന്. അപ്പോൾ ആ ഒരു പോയിന്റ് വരെ നിങ്ങൾ ഈ സിനിമയ്ക്കൊപ്പം ഒരുപാട് നാൾ സഞ്ചരിക്കുകയാണ്, ഈ വ്യക്തിയാണ് അവതരിപ്പിക്കുന്നത്. അപ്പം ഇപ്പോൾ ബ്ലെസ്സിയിൽ നിന്നായാലും ബെന്യാമിനിൽ നിന്നായാലും അല്ലെങ്കിൽ നമ്മൾ ഈ വ്യക്തിയെ പറ്റി കൂടുതൽ വായിച്ചറിഞ്ഞിട്ടൊക്കെ നജീബ് എന്നുള്ളൊരു വ്യക്തിയെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം ഇദ്ദേഹത്തെ കാണുന്നതിന് മുൻപ് വരെ മനസ്സിലാക്കിയ അവതരിപ്പിച്ച നജീബിലെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്തായിരുന്നു, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ? പിന്നെ അതിനുശേഷം ഷൂട്ടിംഗ് എല്ലാം തീർത്ത് ഇത്രയും വർഷങ്ങളുടെ ഒരു ജേണിക്ക് ശേഷം നജീബിനെ കണ്ടപ്പോൾ മനസ്സിൽ കരുതിയിരുന്ന പോലെ തന്നെയായിരുന്നു? ഞാൻ ആക്ച്വലി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും പ്രൊഫൗണ്ട് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത് ഈ നജീബുമായിട്ട് ഒടുവിൽ സംസാരിക്കാൻ സാധിച്ചപ്പോഴാണ്. അത് ആക്ച്വലി ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആടുജീവിതത്തിൻ്റെ അവസാനത്തെ ഷോട്ട് അഭിനയിച്ച് തീർത്ത് അതേ ലൊക്കേഷനിൽ ഷോട്ട് തീർത്ത് ഉടനെ തന്നെയാണ് ഞാൻ നജീബുമായിട്ട് ആദ്യമായി സംസാരിക്കുന്നത്. ഒരു ഇൻ്റർവ്യൂ രൂപേണ ഞാൻ നജീബിക്കയോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹം കുറേ ഉത്തരങ്ങൾ പറയുകയും ചെയ്യുന്നത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഐ എം ഷുവർ ഉടനെ റിലീസാകുമായിരിക്കും. പക്ഷേ ഈ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ കാണാത്ത, അതിന് കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ക്യാമറകൾ ഇല്ലാതിരുന്നപ്പോൾ അന്നത്തെ ദിവസം ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹമായിട്ട് കുറച്ചധികം സംസാരിച്ച് കഴിയുമ്പോഴാണ് അദ്ദേഹം കുറച്ച് ഇങ്ങോട്ട് കാര്യങ്ങൾ പറയുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ട് കുറച്ചുകൂടെ എളുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. അന്ന് അങ്ങനെ ആയിരുന്നില്ല. കുറച്ച് നമ്മൾ അദ്ദേഹത്തെ കംഫർട്ടബിൾ ആക്കുമ്പോഴാണ്. അപ്പോൾ എനിക്ക് വളരെ പ്രൊഫൗണ്ടായിട്ട് തോന്നിയിട്ടുള്ള 1-2 കാര്യങ്ങൾ, ഞാൻ ഒരു 3-4 ഇൻസ്റ്റൻസസ് ഈ കഥയിൽ സിനിമയ്ക്കുള്ളിൽ ഉള്ള ഇൻസ്റ്റൻസസിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. ഇത് അന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എന്തായിരുന്നു ശരിക്കും ചിന്തിച്ചിരുന്നത്, ഇതായിരുന്നോ? അപ്പോൾ എന്നോട് അന്ന് പറഞ്ഞൊരു 2-3 കാര്യങ്ങൾ ശരിക്കും ഞാൻ ഇത് അഭിനയിച്ചപ്പോൾ ഇമാജിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് എന്നൊരു ആക്ടർ തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് ഇല്ലേ, അതെനിക്കൊരു ഭയങ്കര ഓൾമോസ്റ്റ് ഒരു സ്പിരിച്വൽ കണക്ഷൻ പോലെ എനിക്ക് തോന്നിയത്. അദ്ദേഹം അനുഭവിച്ചത് തന്നെയാണല്ലോ അന്ന് ഇത് അഭിനയിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് എന്നുള്ളത് എനിക്കൊരു ഭയങ്കര കണക്റ്റായിട്ട് തോന്നി. ഓഫ് കോഴ്സ് അദ്ദേഹം അനുഭവിച്ചതിൻ്റെ അല്ലെങ്കിൽ ജീവിച്ചതിൻ്റെ ഒന്നും ഒരു അംശം പോലും ഈ സിനിമയിൽ ഉൾപ്പെടുത്താനൊന്നും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം ട്രാവൽ ചെയ്തൊരു ഇമോഷണൽ ആർക്ക്, ആ ജേണി, അത് ഫീൽ ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ബ്ലെസ് ചേട്ടൻ്റെ സ്ക്രീൻ പ്ലേയുടെയും അദ്ദേഹം ഈ സിനിമ എടുത്തിരിക്കുന്നതിൻ്റെ രീതിയുടെയും ഒരു കഴിവാണ്. അങ്ങനെ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു എപ്പിക് ലൈഫ് എക്സ്പീരിയൻസ് ഈ സിനിമയിൽ അനുഭവിച്ചറിയാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം അദ്ദേഹം ഒരുപാട് നാൾ അവിടെ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച സമയത്ത് എങ്ങനെയാണ് അത്രയും കാലം എന്തായിരിക്കും അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചിരിക്കുക എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നീട് അദ്ദേഹത്തോട് സംസാരിച്ച സമയത്തും? അതെ, അതാണ് ഇപ്പോൾ ഞാൻ ഈ ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്നത്, നമ്മളൊരു സാധാരണ സിനിമയിൽ ഒരു കഥാപാത്രത്തിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് വളരെ നേരത്തെ ഉണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോൾ ഒരു നോർമൽ സിനിമയിൽ കാണുന്നത് പോലെ ഒരു ക്യാരക്ടറിൻ്റെ തുടക്കം, അയാളുടെ ഒരു ജേണി, പിന്നെ ഒരു പര്യവസാനം എന്നുള്ളതല്ലല്ലോ.
വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് ഹൈസ് ആൻഡ് ലോസിലൂടെ കടന്നു പോയിട്ടുണ്ട് അദ്ദേഹം ഈ ഒരു 3-3.5 വർഷക്കാലയളവിനുള്ളിൽ തന്നെ. അപ്പം അതിനെ ഒരു കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഈ ബ്ലസ് ചേട്ടനോട് വളരെ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ എത്തിപ്പെടുന്നൊരു അവസ്ഥയുണ്ടല്ലോ. ആദ്യമായി മരുഭൂമിയിൽ എത്തിപ്പെട്ടു, അവിടെ സ്റ്റക്കാണ് എന്ന് മനസ്സിലാകുന്നൊരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് എനിക്ക് തോന്നുന്നൊരു ഡിനയലിൻ്റെ ആയിരിക്കും. അല്ല, ഇതൊരു ദിസ് എ മിസ്റ്റേക്ക്, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്, ഇത് ഞാൻ നാളെ മറ്റന്നാളോ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ പോകണം, അവർക്ക് അവർ ചെയ്ത തെറ്റ് തിരിച്ചറിയുമ്പോൾ എന്നെ അവർ തിരിച്ചുകൊണ്ട് ഞാൻ ശരിക്കും എത്തേണ്ട സ്ഥലത്ത് എത്തിക്കും എന്നുള്ളൊരു ആ ഒരു ഡിനയലിൻ്റെ ഫേസ് ഉണ്ടല്ലോ. ആ ഫേസ് ഉണ്ട്. നിങ്ങൾ ഈ സിനിമയിൽ ഈ മരുഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഇയാളെ കാണുന്നത് വിൽ ബി ദ ഫേസ് ഓഫ് ഡിനയൽ. അപ്പോൾ അവിടെ ഈ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം അതുപോലെയാണ്. അത് കഴിഞ്ഞ് ഈ സിനിമയിൽ നിങ്ങൾ പിന്നീട് ഇയാളെ കാണുമ്പോൾ ഒരു ഫേസ് ഓഫ് ആങ്കറാണ്. എനിക്കെന്തുകൊണ്ട് സംഭവിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ എത്തിപ്പെട്ടത്, എല്ലാത്തിനോടും ദേഷ്യം, ചുറ്റുപാടുകളോടും അയാളോട് തന്നെ ദേഷ്യം, ദൈവത്തിനോട് ദേഷ്യം. ദാറ്റ്സ് എ ഫേസ് ഓഫ് ആങ്കർ. അപ്പോൾ പിന്നീട് നിങ്ങൾ കാണുന്ന അയാളെ ഈ ഒരു ഫേസ് ഓഫ് ആങ്കറിലാണ്. അപ്പോൾ അവിടെ പെർഫോമൻസും എല്ലാം അങ്ങനെയാണ് മീറ്റർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ നിങ്ങൾ 3 വർഷങ്ങൾക്ക് ശേഷം ഇയാളെ പിന്നീടൊരു വേറൊരു ഫേസിലാണ് കാണുന്നത്. അവിടെ നൗ ഹീസ് കം ടു ടേംസ്. ഇതാണ് ഞാൻ ജീവിച്ച് തീർക്കേണ്ട ജീവിതം, ഇതാണ് അതൊരു കമ്മിങ് ടു ടേംസ് വിത്ത് യുവർ സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത്. ആൻഡ് അതൊരു ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു ഫേസാണ്. കാരണം വെൻ യു സീ ഹിം ദർ, ഹീസ് ഓൾമോസ്റ്റ് ഒരു മനുഷ്യൻ എന്നുള്ളതിൽ നിന്നൊക്കെ കുറച്ച് വിട്ട് ഒരു മൃഗങ്ങൾക്കിടയിൽ ഒരാളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ 3 വർഷക്കാലം ഹീസ് നോട്ട് എക്സസൈസിങ് ഹിസ് ലാംഗ്വേജ്. അപ്പോൾ ഒരു സെൻറ്റൻസ് ബ്രേക്ക് ചെയ്യാതെ ഫോം ചെയ്യാനൊക്കെ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അയാൾക്ക്. അയാളുടെ ബോഡി ലാംഗ്വേജ് മാറിയിട്ടുണ്ട്, അയാളുടെ ഗേറ്റ് മാറിയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ അയാളുടെ മനസ്സിൽ ഇനി ഇത് എത്ര കാലം തന്നെ നീണ്ടു നിന്നാലും ഞാനത് ജീവിക്കുക തന്നെ ഉള്ളൂ. ഇനി ഇതിനപ്പുറം രക്ഷപ്പെടലാണെങ്കിലും സാൽവേഷൻ ആണെങ്കിലും മരണമാണെങ്കിലും ആ ഫേറ്റിനെ മീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് മുന്നിലുള്ള ഒരു ചോയ്സ് എന്നയാൾ തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ളൊരു ഫേസ് ഉണ്ട്. ആ ഫേസിൽ പെർഫോമൻസും എല്ലാം അങ്ങനെയാണ്. ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. ആത്മഹത്യ ചെയ്താലോ എന്ന ചിന്തകൾ ഉണ്ട്, അതിന് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, തിരിച്ചറിവുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നജീബിക്കയോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിച്ചാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു ശക്തി അദ്ദേഹത്തെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അദ്ദേഹം അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചതുകൊണ്ട്, അങ്ങനെ ഒരു ജീവിതം ജീവിച്ച് ഈ സർക്കംസ്റ്റാൻസസിലൂടെ കടന്നു വരാൻ സാധിച്ചതുകൊണ്ട് എന്തൊരു ഇൻസ്പയറിംഗ് ആയ ഒരു കഥയാണെന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തൊരു ഇൻസ്പയറിംഗ് ആയ ഒരു ജീവിതമാണ് നമുക്കൊന്ന് കിട്ടിയിരിക്കുന്നത്. ഇതൊരു മറ്റൊരു രാജ്യത്തിൽ പോയി പെട്ടുപോകുന്നവർക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് യൂണിവേഴ്സൽ ലൈഫ് ലെസൺസ് ഉണ്ട് നജീബിക്കയുടെ ജീവിതത്തിൽ. അപ്പോൾ അതൊരു വലിയ പ്രിവിലേജാണ് എനിക്ക് ആ കഥാപാത്രം, ആ മനുഷ്യൻ്റെ ജീവിതം സിനിമയിൽ എത്തിക്കാൻ എന്നിലൂടെ സാധിക്കുന്നു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ പ്രിവിലേജാണ്. ഇപ്പം സൈനുവിൻ്റെ ഇപ്പം നമ്മൾ ആടുജീവിതം വായിക്കുവാണെങ്കിലും നജീബിൻ്റെ ചില ഓർമ്മകളിൽ ചില സ്നിപ്പെറ്റ്സ് പോലെയൊക്കെയാണ് സൈനു കടന്നു വരുന്നത്. ഇപ്പം സിനിമയിലാണെങ്കിലും വലിയൊരു പോർഷൻ ആയിരിക്കില്ല സൈനുവിന് ഉണ്ടായിരിക്കുക. പക്ഷേ അമല പോൾ എന്നുള്ള നടി സൈനുവിനെ നന്നായിട്ട് മനസ്സിലാക്കണം. ഇപ്പം സംവിധായകൻ ബ്ലെസ്സി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് 2 പേർക്കും ആയിരിക്കുമല്ലോ സൈനുവിൻ്റെ, ഇപ്പം നമ്മൾ സ്ക്രീനിൽ കുറച്ചേ കാണുന്നുള്ളെങ്കിലും അവരുടെ ലൈഫ് എന്താണ് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ സൈനു എന്നുള്ളൊരു കഥാപാത്രത്തെ കുറിച്ചിട്ട് അവരുടെ ഒരു കാത്തിരിപ്പ്, അല്ലെങ്കിൽ അവർ ഈ 3 വർഷം അവർ ഒരു എന്താണ് ഏതാണെന്ന് അറിയാതെ അവർ ജീവിച്ചു തീർത്തൊരു ജേണി ഉണ്ടായിരിക്കുമല്ലോ. അതിനെപ്പറ്റി അമലയ്ക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ബ്ലെസ്സിയേട്ടൻ ആക്ച്വലി തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു, അതായത് ഈ ആടുജീവിതത്തിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് നജീബിൻ്റെ മേജർ പോർഷൻസ് അതാണല്ലോ മെയിൻ സ്റ്റോറി. പക്ഷേ ഇപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് ഒരു ഹോപ്പ്, അതിലൊരു ഭാഗമാണല്ലോ സൈനുവും. അപ്പോൾ അത്രയും ഡെപ്ത് ഉണ്ടാവണം ഇവരുടെ ആ ഒരു കണക്ഷനിൽ എന്ന് എനിക്ക് അറിയാമായിരുന്നു. പിന്നെ അന്ന് കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ 90s അങ്ങനെ ഒരു ലവ് മാരേജസ് ഒന്നും അല്ലല്ലോ, കല്യാണത്തിൻ്റെ അന്നാണ് ഇവർ ഫസ്റ്റ് കാണുന്നത്. ബട്ട് ഐ ഫീൽ ആ സീൻസൊക്കെ ചെയ്യുമ്പോഴും അതുപോലെ ബ്ലെസ്സിയേട്ടൻ പെർസീവ് ചെയ്ത വിധമാണെങ്കിലും ഒരു ഭയങ്കര ഡിവൈൻ കണക്ഷനുള്ള ഒരു ഡിവൈൻ ലവ് ഷെയർ ചെയ്യുന്ന ഒരു കപ്പിളാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സീൻസൊക്കെ ചെയ്യുമ്പം അതിൻ്റേതായ ഒരു ഒത്തൻറ്റിസിറ്റി ഉണ്ടായിരുന്നു പെർഫോമൻസിലും. ആൻഡ് അത് കഴിഞ്ഞായാലും നജീബ് പോയതിന് ശേഷവും നജീബിൻ്റെ ഓർമ്മകളിലാണ് സൈനു ഉള്ളത്. അപ്പോൾ ആ സീൻസിനെല്ലാം അത്രയും ഓണസ്റ്റി ഉണ്ടെങ്കിലേ അതവിടെ വർക്കൗട്ട് ആവുള്ളൂ എന്നറിയായിരുന്നു.
So yeah, I think and as a director, Blessayton had a lot of materials to share. ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഒത്തിരി പറയുമായിരുന്നു. സൈനു വന്ന സാഹചര്യം, സൈനുവിൻ്റെ ഫാമിലി, കെട്ടിച്ച് വന്നിരിക്കുന്ന ഫാമിലി, പിന്നെ സൈനു ആണ് നജീബിനെ പുഷ് ചെയ്യുന്നത് പുറത്തേക്ക് പോകാനായിട്ട് ഫോർ എ ബെറ്റർ ലൈഫ്. അപ്പം ഒരുപാട് മെറ്റീരിയൽ അവൈലബിൾ ആയിരുന്നു. ആൻഡ് ഐ തിങ്ക് I just had to surrender myself to the character. Yeah. ഇപ്പോൾ ഈ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് മലയാളികൾക്ക് ആടുജീവിതം വരുന്നതിന് മുൻപൊക്കെ തന്നെ വളരെ വളരെ പരിചയമുള്ള ഒരു പരിസരമാണത്. കാരണം എല്ലാ വീടുകളിൽ നിന്നും ആരെങ്കിലുമൊക്കെ ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ടോ. കേരളത്തിന് അത്രയും കണക്ഷൻ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷെ ആടുജീവിതം എന്നുള്ളൊരു നോവൽ വന്ന സമയത്താണ് നമ്മൾ മരുഭൂമിനെ ആയാലും പ്രവാസ ജീവിതത്തെ ആയാലും ഇങ്ങനെയും ഒരു ജീവിതം ഉണ്ടെന്ന്, അത് ആ നോവലിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ ജീവിച്ച് തീർക്കാത്ത ജീവിതങ്ങളെ പറ്റി. അപ്പം ഇത്രയും നാൾ ഈ സിനിമയുടെ ഭാഗമായിട്ട് സഞ്ചരിക്കുകയും ഷൂട്ടിങ്ങിലൊക്കെ പോയ സമയത്ത് ഈ പ്രവാസ ലോകത്തെ പറ്റിയിട്ടായാലും അവരുടെ കുടുംബങ്ങളെ കുറിച്ചിട്ടായാലും മരുഭൂമിയെ കുറിച്ചിട്ടായാലും ഇതുവരെ നിങ്ങൾക്ക് അറിയാത്ത പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടെ സാധിച്ചോ ഈ സിനിമയും നജീബ് മുഹമ്മദ് എന്ന വ്യക്തിയുടെ ജീവിത കഥയും സത്യത്തിൽ പ്രവാസ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, അതിൻ്റെ ഒരു വളരെ ചെറിയൊരു ഘടകം മാത്രമാണ്. ഇങ്ങനൊരു എക്സ്പീരിയൻസ് പ്രവാസ ജീവിതം അല്ലാത്തൊരു ജീവിതത്തിലും ഉണ്ടാകാം. ഫോഴ്സ്ഫുൾ കൺഫൈൻമെന്റ്, ഫോഴ്സ്ഡ് ലേബർ, സ്ലേവറി, ടേക്കിംഗ് അവേ യുവർ ഓൺ ഐഡന്റിറ്റി എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിൽ പോയി ജീവിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൽ പോയി പെട്ടുപോകുന്ന ഒരാൾക്ക് മാത്രമല്ല ഇത് സംഭവിച്ചേക്കാവുന്നത്. ഇപ്പോൾ നജീബക്കയുടെ കഥയിൽ പ്രവാസം ഇൻവോൾവ് ആണ്. അദ്ദേഹം ദി ക്വിൻറ്റസെൻഷ്യൽ ഗൾഫ് ഡ്രീം ഓഫ് എ മലയാളി അതിനെ പിന്തുടർന്നു പോയി കുറേ അൺഫോർച്ചുനേറ്റ് സർക്കംസ്റ്റാൻസസിലൂടെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പെട്ടുപോവുകയും അങ്ങനെ പിന്നീട് അദ്ദേഹം അത് ജീവിക്കാൻ കാണിച്ചൊരു ധൈര്യം ഒടുവിൽ അദ്ദേഹം സർവൈവ് ചെയ്യാൻ സാധിച്ചതുകൊണ്ടും അദ്ദേഹത്തിന് കഥ ലോകം അറിഞ്ഞതുകൊണ്ടും ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇതുപോലെ എത്രയോ ആയിരക്കണക്കിന് കഥകൾ വേറെ ഉണ്ടാകും. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു ലുക്ക് അറ്റ് ഇറ്റ് ആസ് ഒരു പ്രവാസ ജീവിതം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചെറിയൊരു ഘടകം മാത്രമാണ്. ഇറ്റ്സ് അബൌട്ട് ലാർജർ തിങ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസിലിയൻസ് ഓഫ് ഹ്യൂമൻ സ്പിരിറ്റ് ഫോഴ്സ്ഫുള്ളായിട്ട് കൺഫൈൻ ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മൾ ആരാണ് എന്താണെന്നുള്ള ഐഡൻറ്റിറ്റി നമ്മളിൽ നിന്ന് നമ്മളിൽ നിന്ന് പോകുമ്പോൾ അപ്പോഴുണ്ടാകുന്ന മനുഷ്യൻ്റെ മാറ്റങ്ങൾ, അങ്ങനത്തെ കുറച്ചുകൂടെ ലാർജർ കാര്യങ്ങളെക്കുറിച്ചാണ് ശരിക്കും ഞാൻ കൂടുതൽ ചിന്തിച്ചിട്ടുള്ളത്. മരുഭൂമിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അഫ്കോഴ്സ് ഡെസേർട്ടിൽ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നമ്മൾ അവിടെ കുറേ കാലം കുറേ ദിവസങ്ങൾ അടുപ്പിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഈ മരുഭൂമി എന്ന് പറയുന്ന ടെറൈൻ്റെ സ്വഭാവമുണ്ട്. മരുഭൂമിയിൽ ഏർലി മോർണിംഗ്സ്, ലേറ്റ് നൈറ്റ്സ് എന്നൊക്കെ പറയുന്നത് വേറൊരു ലോകമാണ്. നമ്മൾ ഈ സിനിമയിൽ ഒരു മണൽക്കാറ്റിൻ്റെ, ഒരു സാൻഡ് സ്റ്റോമിൻ്റെ സീക്വൻസ് ഉണ്ട്. സ്വാഭാവികമായും അതിൽ VFXും CGIയും ഒക്കെ ഇൻവോൾവ് ആണ്, പ്രാക്ടിക്കൽ എഫക്ട്സ് ഇൻവോൾവ് ആണ്. നമ്മൾ സാൻഡ് സ്റ്റോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വലിയ പ്രൊപ്പലേഴ്സും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ സാൻഡ് സ്റ്റോം ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനിങ് നടക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി, ഇന്ന ദിവസം വാദി റമ്മിൽ ഒരു ആക്ച്വൽ സാൻഡ് സ്റ്റോം ഉണ്ട്. അപ്പോൾ സാൻഡ് സ്റ്റോം വരുമ്പോൾ ഷൂട്ട് ക്യാൻസൽ ചെയ്യാന്നുള്ളതാണ്. എത്രയോ ദിവസങ്ങൾ ഞങ്ങൾ ഇന്ന് സാൻഡ് സ്റ്റോം ഉണ്ടെന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യാതെ നമ്മുടെ ക്യാമ്പിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഈ സാൻഡ് സ്റ്റോം സീക്വൻസ് ഷൂട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ബ്ലസ്സേട്ടനാണല്ലോ, ബ്ലസ്സേട്ടൻ എന്നാൽ പിന്നെ നമുക്ക് ഒറിജിനൽ സാൻഡ് സ്റ്റോമിൽ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ക്യാമറ ടീമൊക്കെ പറഞ്ഞ് സാറേ നടക്കത്തില്ല, ക്യാമറ പുറത്തിറക്കാൻ പറ്റില്ല, കുഴപ്പമാണ്, സ്വാഭാവികം അത്. പിന്നെ ബ്ലസ്സേട്ടൻ അല്ലാതെ ക്യാമറ ഞങ്ങൾ ഗ്യാരണ്ടി തരാൻ വേണേ പുതിയ ക്യാമറ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്തു. എന്നിട്ട് ഒടുവിൽ നമ്മൾ എല്ലാ ഷോട്ടുകളും അല്ല കേട്ടോ, അതിനകത്ത് കുറേ പ്രധാനപ്പെട്ട കുറേ അധികം ഷോട്ടുകൾ ഈ സിനിമയിൽ, ആ സാൻഡ് സ്റ്റോമിലെ കുറേ അധികം ഷോട്ടുകൾ ഒറിജിനൽ സാൻഡ് സ്റ്റോം ആണ്. നിങ്ങൾ ഇൻഫാക്ട് കുറച്ചുപോലും VFX അഡീഷൻ ഇല്ലാത്ത ഷോട്ടുകൾ പോലും സിനിമയിലുണ്ട്, ഫുൾ ഒറിജിനൽ സാൻഡ് സ്റ്റോം ആണ്. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്തൊരു കാര്യം ഇതിനിടയിൽ പോയി നിൽക്കുന്നുണ്ടല്ലോ, അത് ശരിക്കും നമ്മൾ ഈ സാൻഡ് സ്റ്റോം നമ്മൾ ഈ വെളിയിൽ നിന്ന് കാണുന്ന പോലെ അല്ല, അതിനകത്ത് നിൽക്കുമ്പോൾ ഭയങ്കര വേദന എടുക്കും. ഇറ്റ് റിയലി ഹേർട്സ്. അത്ര സ്പീഡിലാണ് ഈ മണ്ണ് വന്ന് നമ്മളെ മുഖത്തും കണ്ണിലുമൊക്കെ അടിക്കുന്നത്. ആ സീക്വൻസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ജിമ്മിയും ഞാനുമാണ് ആ സീക്വൻസിലുള്ളത്, ജിമ്മി ജീൻ ലൂയിസും ഞാനുമാണ് ആ സീനിലുള്ളത്. ഒരു എത്രയോ ദിവസങ്ങൾ അത് ആ സീൻ എടുത്തിട്ട് ഒരു 10-12 ദിവസമൊക്കെ കഴിഞ്ഞിട്ടും നമ്മൾ എപ്പോഴെങ്കിലും ചുമച്ചാൽ മണ്ണ് അതിനകത്ത് വരും. അങ്ങനെ ആ ഒരു ഓർമ്മ എനിക്കുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇൻഫാക്ട് ഞാൻ ആക്ച്വലി 2023 ലെവൽ ക്രോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിം ഷൂട്ട് ചെയ്തായിരുന്നു, ഞാനും ആസിഫും, ജിത്തു ജോസഫ് പ്രൊഡക്ഷൻസ്. അത് ട്യൂണീഷ്യയിലായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ ഡെസേർട്ടിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. ഇറ്റ്സ് വെരി വെരി അൺപ്രഡിക്റ്റബിൾ. ഭയങ്കര വെയിലായിരിക്കും. വെയിലെടുത്തിട്ട് മൈഗ്രെയിൻ ആയിട്ട് ഞാൻ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു മഴ വരുന്നത്. പിന്നെ ആ മഴ ഗോസ് ഫോർ ലൈക്ക് 3 days. ആൻഡ് ഈ സാൻഡ് സ്റ്റോം എക്സ്പീരിയൻസ് ഞങ്ങൾക്കും കിട്ടിയായിരുന്നു. നമ്മൾ
ലൈക്ക് ഹി സെഡ് റൂമിൽ വന്നിട്ട് ഒരു 1 hour 2 hours ഒക്കെ കുളിച്ചാലും വി കൻ സ്റ്റിൽ ഫീൽ ലൈക്ക് നോസിലും ചെവിയിലും അതുപോലെ ഈ പറഞ്ഞ പോലെ കോഫ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തോന്നും വായിൽ ടേസ്റ്റ് ചെയ്യുക. സോ ഐ ഗോട്ട് എ ലിറ്റിൽ ഗ്ലിംസ് ഓഫ് ഡെസേർട്ട് എക്സ്പീരിയൻസ്. ഇപ്പം നിങ്ങൾ കൊറോണ ഡേയ്സിൽ എങ്ങനെയായിരുന്നു ആ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നതിനെ പറ്റിയിട്ടുള്ള ആ ഒരു ഡോക്യുമെൻ്ററിയിൽ അത് കാണാൻ ഭയങ്കര രസമുള്ളൊരു ഇതായിരുന്നു. എങ്ങനെയാണ് ആ ഒരു ടെൻഷൻ സീക്വൻസിനൊക്കെ നടക്കുന്നത്, അവസാനം എല്ലാവരും കൂടെ ഒന്നിച്ചൊരു ആഘോഷ മൂഡിലേക്കൊക്കെ എത്തുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഞാൻ 2 സ്ഥലത്താണ് അവിടെ വെച്ചിട്ട് താങ്കൾ സംസാരിക്കുന്നത് കാണുന്നത്. പക്ഷെ അത് ഭയങ്കര ഫണ്ണി മോഡിലാണ്. പക്ഷേ എൻ്റയർ ടീം ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് ട്രാൻസ്ഫോർമേഷനൊക്കെ നടത്തിയിട്ടിരിക്കുന്ന പൃഥ്വിരാജ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനി റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? തുടക്കത്തിലും ബ്ലെസ്സിയൊക്കെ അതാണല്ലോ പറയുന്നത്. പക്ഷെ നിങ്ങളവിടെ ഇവിടെ നിങ്ങൾക്ക് ഫുഡൊക്കെ കിട്ടുമെന്ന് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു ഫണ്ണി മോഡിലാണ് ആ 2 സ്ഥലത്ത് സംസാരിക്കുന്നത് കണ്ടത്. അപ്പം ആ ഒരു സമയത്ത് പൃഥ്വിരാജ് എന്നുള്ള നടൻ എല്ലാവരും താങ്കളെ പറ്റി ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പം കൂളായിട്ട് എടുക്കുമായിരുന്നു? അതൊക്കെ എല്ലാവരും ടീം മൊത്തം ടെൻഷനിലാണല്ലോ, അപ്പൊ ഞാൻ ഇച്ചിരി കൂളായിട്ട്. അല്ല, എനിക്കത് വളരെ നേരത്തെ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. എല്ലാവരും ടെൻഷൻ അടിക്കുന്നത് എന്നെ കുറിച്ചാണ് എന്നുള്ള. എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ക്രൂ ആരും ഒരിക്കൽ പോലും എന്ന് വീട്ടിൽ പോകുന്നൊന്നും എന്നോട് ചോദിച്ചിട്ടില്ല. എല്ലാവരും വന്ന് പ്രൊഡക്ഷൻ ബോയ് ആണെങ്കിൽ പോലും വന്ന് ചോദിക്കുന്നത്, ചേട്ടാ എന്ന് ഷൂട്ടിംഗ് തുടങ്ങാൻ പറ്റും, ചേട്ടൻ ഇനി എത്ര നാളിങ്ങനെ. അതാണ് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കറിയാം എല്ലാവരും ടെൻഷൻ അടിക്കുന്നത് എന്നെക്കുറിച്ചാണ്. അപ്പോൾ ഞാനും എന്ന് പറഞ്ഞിരുന്ന വലിയ കുഴപ്പമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇറ്റ് വാസ് ഐ തിങ്ക് അപ് ടു മീ ടു ലെറ്റ് ദം നോ ഇറ്റ്സ് ഓക്കെ, ഐ ആം പെർഫെക്റ്റ്. പിന്നെ എന്താ പറയുക, നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന നെറേറ്റീവ് എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇവിടുന്ന് മെസ്സേജ് കിട്ടാറുണ്ട്, ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. അല്ല, അങ്ങനെ ഒരു സിറ്റുവേഷനേ ആയിരുന്നില്ല അവിടെ. അവിടെ നമ്മൾ നിന്നിരുന്ന ഡെസേർട്ട് ക്യാമ്പിൽ അൺലിമിറ്റഡ് ഫുഡ് ഉണ്ട്. വി വെയർ നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുകളുമില്ല. ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഷൂട്ടിംഗ് നടക്കുന്നില്ല, ഇനി എപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങാൻ സാധിക്കുമെന്ന് അറിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നാട്ടിൽ ഞങ്ങൾ വിളിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ സുപ്രിയ എന്നോട് പറയുമ്പോൾ, ഈ അമ്മ, സുപ്രിയയുടെ അമ്മ മറ്റേ ആ ഫ്ലാറ്റിലാണ്, അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ ഭക്ഷണം എത്തിക്കണം എങ്ങനെയെന്നറിയില്ല. അപ്പോൾ ഈ ടെൻഷൻസ് ഒക്കെ വേറെ ഏതോ ലോകത്ത് നടക്കുന്നവരാണ് ഞങ്ങളിതൊന്നും അനുഭവിച്ചിട്ടില്ല. ഞങ്ങളവിടെ വളരെ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ പരസ്പരം പറയുന്നത്, മേ ബി ഈ കോവിഡ് സമയത്ത് സ്റ്റക്ക് ആകണമെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുള്ളൊരു സ്ഥലത്തായിരുന്നു ഞങ്ങൾ സ്റ്റക്ക് ആയതെന്നാണ് ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നത്. പക്ഷെ എന്ന് പറഞ്ഞാൽ അത് എളുപ്പമായിരുന്നില്ല. കാരണം കുടുംബങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമൊക്കെ നിൽക്കുന്നു. ഈ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 2.5 3 months അവിടെ സ്റ്റക്ക് ആയിരുന്നല്ലോ. ഇതൊരു 1.5 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയ ഡിസ്കഷൻസ് ഒക്കെ വന്നു തുടങ്ങി. ചേട്ടാ, ഇന്നലെ മറ്റേ ഇന്ന ചാനലൊരു ന്യൂസ് കണ്ടു, ഇതൊരു 1.5 വർഷം 2 വർഷം ചിലപ്പോൾ ലോകം ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ചേട്ടാ, നമ്മളിനി അടുത്ത 2 വർഷം ഇവിടെ താമസിക്കേണ്ടി വരുമോ എന്നൊക്കെ അങ്ങനത്തെ ഡിസ്കഷൻസ് ഒക്കെ. ജെനുവിൻ ഫിയറാണ്. അങ്ങനെയൊക്കെ ആവുമോ ചേട്ടാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഐ മീൻ ദാറ്റ് വാസ് സിനിമാക്കാരെന്നുള്ളത് വിട്ടേക്കൂ, സാധാരണ മനുഷ്യരിൽ എത്ര പേർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി കാണും. സോ ആൻഡ് ഫുൾ ക്രെഡിറ്റ് ടു ദ പ്രൊഡ്യൂസേഴ്സ്. ഒരുപാട് പൈസ ചിലവാക്കേണ്ടി വന്നു. കാരണം ഇത്രയും വലിയൊരു ക്രൂവിനെ 2-2.5 മാസക്കാലം ജോർഡൻ പോലൊരു രാജ്യത്ത് ഷൂട്ടിംഗ് ഒന്നും നടക്കാതെ സസ്റ്റെയിൻ ചെയ്യുക, ഒരു കുറവും ഇല്ലാതെ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഫുൾ താങ്ക്സ് ടു ദ പ്രൊഡക്ഷൻ. നമ്മൾ പൊതുവെ നടിമാരിങ്ങനെ ഒരു മദർ ടു ബി ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രൊമോഷൻസിലും ബാക്കി അത്ര എനർജറ്റിക്കലി കാണാമല്ലോ. എനിക്ക് ഒന്ന് മലയാളത്തിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ബ്രഹ്മാസ്ത്രയുടെ സമയത്ത് ആലിയ ഭട്ടിനെയൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇത് ഭയങ്കര പോസിറ്റീവാണ് നമുക്ക് വന്നിരിക്കുമ്പോൾ. നമുക്കും ഇങ്ങനെ കാണുന്ന സമയത്ത് എല്ലാ കാലത്തും സ്ത്രീകൾക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ഇരിക്കാം. നമുക്ക് വളരെ എനർജി ഇത് തരുന്ന ഒരു എനർജി ഉണ്ട് മൊത്തത്തിൽ. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ക്രൂവിനും ആ ഒരു എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇതിനെപ്പറ്റി എങ്ങനെ ചിന്തിച്ചിരുന്നോ? നമുക്ക് പ്രൊമോഷൻസിനൊക്കെ ഇങ്ങനെ പോകാൻ പറ്റുമോ, എങ്ങനെയായിരിക്കും എന്നൊക്കെ? അതോ വളരെ കൂളായിട്ടാണോ ഈ ഒരു പീരീഡിന് മൊത്തത്തിൽ എടുക്കുന്നത്? ലൈക്ക് ഇപ്പോൾ റിലീസ് ആവാൻ പോകുന്ന ലാസ്റ്റ് ഇയർ ഞങ്ങൾക്ക് അറിയായിരുന്നല്ലോ. സോ ഐ വാസ് റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ആൻഡ് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് സെക്കൻഡ് ട്രൈമസ്റ്റർ ഒക്കെ നമുക്ക് ഭയങ്കര എനർജിയാണ്. ആൻഡ് ലൈക്ക് ആൻഡ് ഐ ഹവ് ബിൻ സംബഡി ഹു ഈസ് വെരി ആക്റ്റീവ്, റൈറ്റ്, ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇതൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് തോന്നുന്നത്. ഹെൽത്ത് കൺസേൺസ് ഒന്നും ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ എന്തിനാ. ആൻഡ് ഐ ഫീൽ ദ മോർ ആക്റ്റീവ് യു ആർ, ദ മോർ ഈസിയർ യുവർ ലേബർ വുഡ് ബി. ദാറ്റ്സ് വാട്ട് ദേ സേ, റൈറ്റ്? Yeah, exactly. അപ്പം ഐ എം റിയലി എൻജോയിങ് ഇറ്റ് ആൻഡ് ഐ ലവ് മൈ വർക്ക്. ഐ ലവ് വാട്ട് ഐ ഡു. സോ ഈ ഒരു സമയത്തും എനിക്കത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഐ ഫീൽ വെരി ബ്ലെസ്ഡ്.
പിന്നെ ഇപ്പം ആടുജീവിതം നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് തൊട്ടേ ഒരു വലിയ ക്യാൻവാസിലാണ് ആലോചിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയത്തും മലയാള സിനിമ ചെറുതായിരുന്നെങ്കിലും നിങ്ങൾ ആടുജീവിതത്തെ ആലോചിച്ചത് വലിയ ക്യാൻവാസിലായിരുന്നു എന്ന്. ഇപ്പം ആടുജീവിതം പാൻ ഇന്ത്യൻ ലെവലിൽ ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഇപ്പം അടുത്ത് വന്ന റിലീസുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബ്രഹ്മയുഗം, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് കൂടെ മറ്റ് ലാംഗ്വേജസിലെ, അതിന് മുൻപ് മലയാള സിനിമ മറ്റ് ഭാഷയിലൊക്കെ കണ്ടന്റിന്റെ പേരിലൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോൾ പക്ക തിയേറ്റേഴ്സ് ഒക്കെ മലയാള സിനിമയുടെ ഡബ്ഡ് വേർഷനോ ഡബ്ഡ് അല്ലാത്തപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ വേർഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിനിമകൾ തീർത്ത ഒരു നേരത്തെ വെട്ടിയ ഒരു വഴി അവർ കുറച്ചുകൂടെ വികസിപ്പിച്ചിരിക്കുകയാണ്. ഇത് ആടുജീവിതത്തിന് വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നുണ്ടോ? പിന്നെ അതോടൊപ്പം തന്നെ എല്ലാവരും അടുത്ത മലയാളത്തിൽ നിന്നുള്ള ബിഗ് റിലീസ് വരികയാണെന്നുള്ളൊരു ടൈറ്റിലാണ് ആടുജീവിതത്തെ കാണുന്നത്. അതൊരു എക്സ്ട്രാ പ്രഷർ തരുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും കാണുന്നത്? ഞാൻ ആക്ച്വലി ബോംബെയിലൊക്കെ ഇതിൻ്റെ പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ബ്രഹ്മയുഗം ഈ സിനിമകളുടെയൊക്കെ അണിയറ പ്രവർത്തകരോട് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഞങ്ങളാണ്. കാരണം മലയാള സിനിമയ്ക്ക് വളരെ പെട്ടെന്നുണ്ടായ ഒരു സ്പോട്ട്ലൈറ്റ് അല്ലത്. കുറച്ചധിക കാലം കൊണ്ട് ഇന്ത്യയിലെമ്പാടും മലയാള സിനിമയോടൊരു താല്പര്യമുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന കോണ്ടന്റിലേക്ക് എല്ലാവരും ഇപ്പോൾ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൻഡ് ഐ ട്രൂലി ബിലീവ് ഇറ്റ് ഇസ് സ്പോട്ട്ലൈറ്റ് ദാറ്റ് ദിസ് ഇൻഡസ്ട്രി ഡിസേർവ്സ്. പക്ഷേ ഈ 2024 തുടങ്ങി കഴിഞ്ഞ 1-2 മാസങ്ങൾക്കുള്ളിൽ വളരെ പെട്ടെന്നൊരു അതിൻ്റെ സ്പേർട്ട് ഉണ്ടായിട്ടുണ്ട് അല്ലേ. വളരെ പെട്ടെന്ന് എല്ലാവരും മലയാളം സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു, മലയാള സിനിമകളുടെ തിയേറ്ററിക്കൽ സാധ്യതകളെ കുറിച്ച് സംസാരിക്കുന്നു. അതെ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ട് ആ സാഹചര്യത്തിലേക്ക് മലയാളത്തിൽ നിന്ന് വരുന്ന അടുത്തൊരു സിനിമ എന്നുള്ളൊരു ഏറ്റവും വലിയൊരു ഗുണം കിട്ടുന്ന സിനിമ ആടുജീവിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് താങ്ക്സ് ടു ചിദംബരം, ഗിരീഷ്, രാഹുൽ സദാശിവൻ ആൻഡ് ഓൾ ദി പീപ്പിൾ അസോസിയേറ്റഡ് വിത്ത് ഓൾ ദീസ് ഫിലിംസ്. തീർച്ചയായിട്ടും അത് നമുക്ക് ഗുണം തന്നെ ചെയ്യും. പ്രഷർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു വേറെ ഒരു സിനിമയ്ക്കും അല്ലെങ്കിൽ എല്ലാ സിനിമകൾക്കും കിട്ടാത്തൊരു ലിബർട്ടി ആടുജീവിതത്തിനുള്ളത്. പ്രത്യേകിച്ച് മലയാളി ഫിലിം ലവിങ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇത് എത്തരത്തിലുള്ളൊരു സിനിമയാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു നല്ല രീതിയിലുള്ളൊരു എഡ്യൂക്കേഷൻ ഓൾറെഡി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഈ സിനിമ കണ്ടിട്ട് അയ്യോ ഇതിൽ മറ്റേ എന്താണ് മാസിൽ അങ്ങനൊന്നും ആരും പറയാനൊന്നും പോകുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ആക്ച്വലി ഐ തിങ്ക് വി ആർ ബ്ലെസ്ഡ്. ഈ സിനിമ കേറ്റർ ചെയ്യാൻ പോകുന്ന ഓഡിയൻസിന് ഇത് എത്തരത്തിലുള്ള സിനിമയാണ് എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ധാരണയുണ്ട്. ആ ധാരണയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു അവർ അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു വിശ്വാസം അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ വലിയൊരു ക്യാൻവാസിൽ, ഇപ്പം നിങ്ങൾ ട്രെയിലറും ടീസറും ഒന്നും കണ്ടതല്ല, അതിനേക്കാളൊക്കെ സിനിമയിലുണ്ട്. ഈ സിനിമ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ബ്ലെസ് ചേട്ടനും ടീമിനും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ ഈ സിനിമയെക്കുറിച്ചുള്ളൊരു അവയർനെസ് സ്പ്രെഡ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഒരുപക്ഷെ ആടുജീവിതം എന്ന ബുക്ക് മലയാളികൾക്കിടയിൽ എത്രത്തോളം പോപ്പുലർ ആണോ അത്രയും പോപ്പുലർ ആയിരിക്കില്ല നോൺ മലയാളീസിൻ്റെ ഇടയിൽ. പക്ഷേ ഇപ്പോൾ താങ്ക്സ് ടു ദ ടീസർ, ട്രെയിലർ, മ്യൂസിക്, റഹ്മാൻ സർ, എനിക്ക് തോന്നുന്നു ഞാൻ പോയ സ്ഥലങ്ങളിലെല്ലാം ഓൾറെഡി അറ്റ്ലീസ്റ്റ് മീഡിയയുടെ ഇടയിൽ ഈ സിനിമയെക്കുറിച്ചുള്ളൊരു ധാരണയും ഒരു ആൻറ്റിസിപ്പേഷനും ഉണ്ട്. സോ ഐ ഹോപ്പ് 28-ാം തീയതി സിനിമ ഇറങ്ങുമ്പോൾ നന്നാവട്ടെ. എന്താണ് അമലയ്ക്ക് പറയാനുള്ളത്? ഈ ഒരു 3 സിനിമകൾ നിങ്ങളുടെ ഇറങ്ങാൻ പോകുന്ന ഒരു ചിത്രത്തിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലും കൂടെ ഒരു വഴി വെട്ടിയിരിക്കുകയാണ് എന്ന് തന്നെയാണോ കരുതുന്നത്? Yeah, I think it's a very lucky time for the films and ഈ ഫിലിമിൽ ഇതൊരു ഒരു ഭയങ്കര ഒരു ഡിവൈൻ അലൈൻ ടൈമിലാണ് ഇത് റിലീസ് ആവുന്നതെന്നും തോന്നുന്നുണ്ട്. Yeah, so I feel really praying and hoping the best should happen for this film also. ഈ ഒരു സിനിമയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ AR റഹ്മാൻ മ്യൂസിക്കലായിട്ട് വരുന്ന സിനിമകളിലൊക്കെ ഭാഗമായിട്ട് അദ്ദേഹം പങ്കെടുക്കാറുണ്ട് ചടങ്ങുകളിലും ഒക്കെ. പക്ഷേ മലയാളത്തിലെ ആടുജീവിതത്തിൻ്റെ പോലൊരു ഓഡിയോ മ്യൂസിക് ലോഞ്ച് നടന്നിട്ടില്ല. അപ്പം അതിൽ അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് അതിലുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയുടെ പ്രൊമോഷൻസിൻ്റെ ഭാഗമാണ്, നിങ്ങളുടെ ഷൂട്ടിൻ്റെ സ്ഥലത്തേക്ക് വരുന്നു. അങ്ങനെ നമ്മൾ ഒരു പക്ഷേ നമുക്കറിയില്ല എല്ലാ സിനിമകളിലും എങ്ങനെയാണ് അദ്ദേഹം ഇൻവോൾവ് ആവുന്നത്, അത്രയും തിരക്കുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ആടുജീവിതത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് AR റഹ്മാൻ നിങ്ങളെങ്ങനെയാണ് ആടുജീവിതത്തെ ഏറ്റവും സ്വന്തമായി കരുതുന്നത്, അതുപോലെ AR റഹ്മാനും കരുതുന്നുണ്ട്. എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് അറിയാനൊരു ആകാംക്ഷയുണ്ട്. റഹ്മാൻ സാറിനെ ഞങ്ങൾ ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി സമീപിക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് ഒരു പാട്ടും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സാർ ചെയ്യണം എന്നാണ്. ഞങ്ങൾ ഈ അമല ഞാനും ഒരുമിച്ച് അഭിനയിച്ച ആ ഒരു പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറും സാർ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇന്നിപ്പോൾ ഈ സിനിമയിൽ 4 പാട്ടുകൾ ആൽബത്തിലും അതല്ലാതെ തന്നെ നിങ്ങളിപ്പോൾ സിനിമ കാണുമ്പോൾ കുറേ ബിറ്റ്സ് ഓഫ് സോങ്സും ഒരു ഗംഭീര OSTയും ഒരു പ്രോമോ സോങ്ങും ഒക്കെ ഉണ്ട്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഞങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് ഒരു പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ശമ്പളം ആവശ്യപ്പെട്ടത് തന്നെയാണ് ഇന്നും അദ്ദേഹത്തിന് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ജീനിയസ് എന്ന് പറയുന്നത് അവരവരുടെ ക്രാഫ്റ്റിൽ വളരെ നന്നാവുക എന്നുള്ളതിനോടൊപ്പം തന്നെ
ഒരു സ്പെഷ്യൽ പീസ് ഓഫ് ആർട്ടിനെ തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതും കൂടി ഒരു ഫാക്കൽറ്റി ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ബ്ലസ് ചേട്ടനെ കണ്ട് ബ്ലസ് ചേട്ടൻ്റെ ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു ഐഡിയേഷൻ കേട്ടപ്പോൾ റഹ്മാൻ സാറിന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. ഇതൊരു ദേ ആർ ട്രൂലി അറ്റംപ്റ്റിങ് സംതിങ് സ്പെഷ്യൽ എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. അദ്ദേഹം ഈ സിനിമയ്ക്ക് തന്നിരിക്കുന്നത് ഇനിയും ബ്ലസ് ചേട്ടനും ഞാനും ഈ സിനിമയുടെ എല്ലാവരും ആജീവനാന്തം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം എത്ര ഇൻവോൾവ് ആയിട്ടാണ് ഈ സിനിമ അദ്ദേഹം സമീപിച്ചിരിക്കുന്നത് അറിയോ. ഇത്രയും തിരക്കുള്ളൊരു മനുഷ്യൻ ഈ സിനിമയുടെ റീ റെക്കോർഡിങ് 3 പ്രാവശ്യം അദ്ദേഹം മാറ്റി ചെയ്തു. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ല, അദ്ദേഹം ആദ്യം ഈ സിനിമ ചെയ്തു, ഓക്കെ ചെയ്താണ്, ബ്ലസ് ചേട്ടൻ ഓക്കെ ചെയ്താണ്, ഞാനൊക്കെ കേട്ടാണ്, മനോഹരമായിരുന്നു. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ബ്ലസ് ഐ ലൈക്ക് ടു റീവിസിറ്റ് എ ഫ്യൂ സീൻസ് എന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് എൻറ്റയർ ഫിലിം അദ്ദേഹം റീഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം കൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത കാലത്ത് അദ്ദേഹത്തോട് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, എവറി ടൈം ഐ വാച്ച് സംതിങ് അബൌട്ട് ആടുജീവിതം ഓൺ ദ സ്ക്രീൻ ദ സ്റ്റുഡിയോ ഐ ഫീൽ ലൈക്ക് ഐ വാണ്ട് ടു ഡു ഇറ്റ് വൺസ് അഗെയിൻ. അപ്പോൾ അങ്ങനെ ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയുടെ വെളിയിൽ ചെന്നാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തെ കാണാൻ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ഇത്രയും സമയം തരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇറ്റ്സ് വെരി ഫ്ലാറ്ററിങ്. I think he's very touched by this film. And the പാട്ടുകൾ നിങ്ങൾ കേട്ടു, ആൻഡ് സോങ് മ്യൂസിക് ഇസ് ഡൂയിങ് എക്സ്ട്രീംലി വെൽ. പക്ഷേ ദി ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ഇസ് മാജിക്കൽ. ഞാൻ അദ്ദേഹത്തോട് അടുത്തിടയ്ക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം ഓഡിയോ ലോഞ്ചിന് വന്നുകൊണ്ടിരുന്നപ്പോൾ ദുബായിൽ നിങ്ങോട്ട് ഒരേ ഫ്ലൈറ്റിലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം അദ്ദേഹത്തെ ഫ്ലൈറ്റിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഞാൻ ശരിക്കും എൻ്റെ ഏറ്റവും ഇപ്പോൾ ഉള്ളൊരു റിഗ്രറ്റ് സാർ ഇതിനകത്ത് ചെയ്ത റീ റെക്കോർഡിങ്, ആ മ്യൂസിക് ബിറ്റുകൾ, OST ട്രാക്സ് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോകണമെന്ന് ഞാൻ പറഞ്ഞു ആക്ച്വലി. അപ്പോൾ ആടുജീവിതം ഒരു ഗംഭീര സിനിമ അനുഭവമായിട്ട് തന്നെ മലയാളികൾക്കും ലോകത്തിന് മുൻപിലും എത്തട്ടെ. താങ്ക് യു. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ രീതിയിൽ ഈ ഒരു സിനിമയ്ക്ക് ഒരു സ്ഥാനം ഉണ്ടാവാൻ കഴിയട്ടെ. താങ്ക് യു Thank you സോ so മച്ച്. much.